ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ നമ്മൾ ജംഷിഖാൻ്റെ ഓപ്പറേഷന് മറ്റന്നാളാണ്. അപ്പോൾ അതിൻ്റെ പൈസ പരിപാടി ഫണ്ടുകളൊക്കെ ആയിട്ട് 1,00,000 റുപ്യ നമുക്കിപ്പം കിട്ടിയത്. ഇനിയിപ്പം ബാക്കി പൈസ കിട്ടാനിപ്പോൾ എന്താ ചെയ്യുക? മറ്റന്നാളെ കിട്ടുകയും വേണം. നമ്മളൊന്ന് കാര്യമായിട്ട് ഇറങ്ങിയില്ലെങ്കിൽ ക്ഷീണമാവും. എന്താണ് ഭയങ്കര ഗൗരവമുള്ള ചർച്ചയിലാണല്ലോ. എന്നോട് ഞാൻ പറഞ്ഞല്ലോ ജംഷിഖാൻ്റെ ഓപ്പറേഷൻ്റെ പൈസൻ്റെ കുറവുള്ളത്. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു ചർച്ച നടക്കുകയാണ്. കുറഞ്ഞ പൈസൻ്റെ കുറവുകൂടി ഉണ്ട്. അതിനിപ്പോൾ നിങ്ങളെന്തിനാ അങ്ങനെ ബേജാറാവുന്നത്? ആ സലാം നിങ്ങളെ നാട്ടിലല്ലേ, വലിയ പൈസക്കാരനാണല്ലോ. മൂപ്പര് എല്ലായിടത്തിലും ഭയങ്കര ചാരിറ്റിയും കാര്യങ്ങളും ചെയ്യുന്ന ആളാണല്ലോ. ഓനെ പോയി കണ്ടിക്കെങ്കിൽ ആ ബാക്കിയുള്ള പൈസ പോകുന്ന തരൂലേ? സലാമോ 5ൻ്റെ പൈസ അവനോട് കിട്ടൂല. നീ ആ പറയും പോലെ ഒന്നുമല്ല, നീ വിചാരിച്ച ആളുമല്ല. ഈ വെറുതെ എന്തെങ്കിലും പറയല്ലേ. ഇന്നലെ വൈകുന്നേരം എൻ്റെ കയ്യിലാണ് ഓന് നമ്മളെ നാട്ടിലുള്ള കോയാമക്കാർക്ക് കൊടുക്കാനുള്ള കിറ്റും സാധനങ്ങളൊക്കെ കൊണ്ടു തന്നത്. പൈസയും ഉണ്ടായിരുന്നു. എന്തോനെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാകുന്നില്ല അല്ലേ? ഓൻ്റെ മൂപ്പരെ കാര്യം അറിയണമെങ്കിൽ ഇനി മൂപ്പര ഡ്രൈവർ മുനീറില്ലേ, ഓനോട് ചോദിച്ചു നോക്കാണ്ട് കറക്റ്റ് മൂപ്പര് പറഞ്ഞത്. നല്ല അല്ല ഇനി എന്തിനാ കാണാന്ന് പറഞ്ഞു? എൻ്റെ മുതലാളില്ലേ സലാമ്, ശരിക്ക് എന്തെന്നാണ് അവൻ്റെ സ്ഥിതി? പൈസയൊക്കെ ഉണ്ട്, പക്ഷേ അല്ലാതെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. എങ്ങനെയാണോ എൻ്റെ സ്വഭാവം? എങ്ങനെയാണ്? മൂപ്പര് നല്ല സ്വഭാവമാണല്ലോ. ഇനി എന്താ ചോദിക്കാൻ കാരണം? അങ്ങനെയാണെങ്കിലേ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഓൾറെഡി ഉള്ളതല്ലേ. ബാങ്ക് ലോണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലല്ലേ. എനിക്ക് സലാം എൻ്റെ മുതലാളിനോട് സലാമിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്തെങ്കിലുമൊക്കെ ചെയ്യൂലേ, സഹായിക്കൂലേ എന്തെങ്കിലുമൊക്കെ? മൂപ്പര് നല്ല പൈസ ഒക്കെ ഉണ്ട്. പണിക്കാരെ കാര്യത്തിലേ ഇപ്പൊ ഒരാർത്ഥ കൈക്ക് വെക്കൂല. ശമ്പളം തന്നെ കിട്ടിയാ കിട്ടി, ഇങ്ങനെ ഉറ്റിച്ച് തരിക. പക്ഷെ അവൻ്റെ വാപ്പ നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ. ആര് പണിക്കാരുടെ കാര്യത്തിലൊക്കെ വളരെ നോക്കി കണ്ട് കാര്യങ്ങൾ ഒക്കെ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ആ ഒരു സ്വഭാവം ഒന്നും മോന് കിട്ടിയില്ലല്ലേ. ഒരാളുടെ വാപ്പേ നല്ലൊരു മനുഷ്യനാണ്. എൻ്റെ വാപ്പയും കുറെ മൂപ്പർ ഡ്രൈവറായി. അപ്പൊ പെങ്ങളെ കല്യാണത്തിനൊക്കെ മൂപ്പര് നല്ലോണം സഹായിച്ചത്. പിന്നെ ഇപ്പം അടുത്ത് മോൻ്റെ അടുത്ത് പോയി, ഇഞ്ച മുതലാളിയില്ലേ സലാം, മൂപ്പരെ അടുത്ത് പോയി ഇഞ്ച ചെറിയ പെങ്ങളെ അഡ്മിഷൻ്റെ കാര്യത്തിന് പോയാ. എന്നിട്ട് എന്താ പറഞ്ഞ എനിക്കറിയോ? ഹലോ, അവര് വന്നടാ. ഓക്കെ. എന്നാ മൊത്തം കാണിച്ചു വിട്ടോ സ്ഥലം. 15 ഏക്കറാ. ഓക്കെ. എന്താ ജബ്ബാർക്ക ഈ വയ്ക്കൊക്കെ? ഒന്നുമില്ല മോനെ, ഞാനും മോനൊന്ന് കാണാൻ വന്നതാ. ജബ്ബാർക്ക, മുനീർ എറണാകുളത്ത് വന്നോ? മോനിപ്പം പുരയിലേക്ക് വന്ന് കയ്യും മുഖമൊക്കെ കീഴി ആള് കയറി കിടന്നിക്ക്. മോനില്ലാത്തതുകൊണ്ടേ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടായി രാവിലെ തന്നെ. നമ്മളെ സ്ഥലം നോക്കാൻ വന്നി വയനാട്ടിലെ. വയനാട്ടിലുള്ള 15 ഏക്കറാ. ഞാൻ വേറെ ആളെ വിട്ടാ, ഓനെന്റെ ഒരു ഉഷാറാണ്. അതാണ് മോന് ബേജാറാണ്ട, നാളെ ഇപ്പൊ എന്തായാലും മോന്റെ അടുത്ത് വരൂന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. ഞാനിപ്പം വന്നത് വേറൊരു കാര്യം കൂടി പറയാനാണ്. പറഞ്ഞോളൂ പറക്ക, എന്താണ്? അതിപ്പം മോനെ, എന്റെ 2ാമത്തെ മോളില്ലേ, ഓക്ക് MBBS ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്കോ കുറച്ച് പൈസ വേണ്ടി വരും. അപ്പം മോനെന്തെങ്കിലും തരികയാണെങ്കിൽ. പിന്നെ മുനീരറിയാണ്ടാണ് ഞാൻ മോൻ്റെ അടുത്ത് വന്നത്. ഇത് നടക്കുന്നൊന്നുമില്ല ബർക്ക. ലാഭമില്ലാത്തൊരു ബിസിനസ്സില് ഞാൻ പൈസ ഇറക്കൂലാന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇതുകൊണ്ട് മുമ്പോട്ട് എനിക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോണില്ലല്ലോ. മോനെ, എൻ്റെ മൂത്ത മോക്ക് പഠിപ്പിന് വേണ്ടിയിട്ട് ഒരുവിധ എല്ലാ സഹായങ്ങളും അവൻ ചെയ്യാൻ സഹായിച്ചത്. അപ്പോൾ ആ ഒരിത് വിചാരിച്ചായിരുന്നു ഞാൻ വന്നത്. വാപ്പ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടേ ഞാൻ അങ്ങനെ ആയിക്കോളണമല്ലോ. പിന്നെപ്പോ
മോള് പഠിച്ച് MBBS പാസ്സായാലോ അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെയല്ലേ എനിക്കല്ലല്ലോ. മോനെ ബുദ്ധിമുട്ടിച്ചതിൽ ഒന്നും തോന്നരുത്. എന്റെ ഗതികേട് കൊണ്ട് വന്നു പോയതാ. ഓട്ടെ. അത് ശരി. ഞാനെന്നാലേ മൂപ്പറെ പറ്റിയിട്ട് ഇങ്ങനെ ഒന്നും അല്ലട്ടോ മനസ്സിലാക്കി. എനിക്ക് മൂപ്പര് അറിഞ്ഞൂടായിട്ടാ. ഇന്നലെ എൻ്റെ സാധനം തന്നില്ലേ, ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള വേറൊരാളെ ഈ കൊടുക്കും. ആ. എന്നിട്ട് ഓലെ കൊണ്ട് കൊടുപ്പിക്കുമ്പോൾ ഓലെ മനസ്സിലുണ്ടാകുമോ ഇയാൾ വലിയൊരാളാണ്, നല്ല മനുഷ്യനാണ്. മൂപ്പര് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. നാട്ടിൽ ഒരു മനുഷ്യനും കണ്ടുകൂടാ. ഹലോ, ആര്? സലാമോ? ഇന്നല്ല എന്താ പറ്റിയേ? ബ്ലോക്കല്ലേ? ഓക്കെ, ഞാനെത്താം. ഇത്രേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. പാവപ്പെട്ടവർ ആരെങ്കിലും വന്ന് കൈ നീട്ടുമ്പോൾ 5 പൈസ കൊടുക്കാണ്ട് എല്ലാം കെട്ടിപ്പൂട്ടി വെച്ച് അവസാനം 3 കഷ്ണം തുണിയും 6 അടി മണ്ണും. എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ബാക്കിയുണ്ടാവൂ. അതാർക്കും മനസ്സിലാവില്ല.